പൈസ വാങ്ങാൻ ആരെയും കാണുന്നില്ല. എന്തായാലും നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. തിരിച്ചു പോകുമ്പോൾ വാങ്ങുമെന്നറിയില്ല. ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ റിസോർട്ടും താമസമൊക്കെ ലഭ്യമാണ് ഇവിടെ. ഇത് ഇവിടുത്തെ പഴയ ടിക്കറ്റ് കൗണ്ടറാണ്. ഇതിപ്പോൾ തൽക്കാലം ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. ടിക്കറ്റ് കൗണ്ടറൊക്കെ മുകളിലോട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ്. ഇതിലൂടെ കയറി നമുക്ക് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നേരെ പാലക്കയംതട്ടിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് നടന്നു കയറാം. ടിക്കറ്റ് നിരക്കൊക്കെ വരുന്നത് മുതിർന്ന ആൾക്കാർക്ക് 35 രൂപയൊക്കെയാണ് ചാർജ് വരുന്നത്. ക്യാമറയ്ക്കൊക്കെ വേറെ പൈസ പറയുന്നുണ്ട്, പക്ഷേ ക്യാമറയ്ക്കൊന്നും പൈസ വാങ്ങിയിട്ടൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെ ക്യാമറയ്ക്കൊന്നും ഇവിടെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല, ഒക്കെ പെർമിറ്റബിളാണ്. അതായത് ഇവിടുത്തെ ടിക്കറ്റ് നിരക്കാണ്. ടൈമിംഗ് ഒക്കെ ഉണ്ട്. രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ടൈമിംഗ് ഒക്കെ പറയുന്നത്. ഇതിന് മുമ്പ് ഇവിടെ ഒരു ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ന്യൂസിലൊക്കെ വന്നതായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് അഡ്വഞ്ചറസ് റൈഡുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. കേബിൾ കാറും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. അതിൻ്റെയൊക്കെ ആ ഒരു അവശിഷ്ടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ക്ലൈമറ്റും ഒക്കെ മാറിയതുകൊണ്ടോ എന്തോ കോൺട്രാക്ട് എടുത്തവരൊക്കെ പോയതുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഈ കാണുന്ന ഒന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഈ ഒരു പ്രകൃതിയോട് ചേർന്ന് പ്രകൃതി ആസ്വദിച്ച് നടക്കാം, അത് മാത്രം. കുട ശരിക്കും പാറിപ്പോകുന്നുണ്ട്. കുട നമുക്ക് തുറന്ന് വയ്ക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് കുടയില്ലാതെ നടക്കുന്നതായിരിക്കും. കാരണം മഴ അങ്ങനെ നനയാൻ പാകത്തിന് മഴയില്ല, നല്ല കാറ്റാണ് വരുന്നത്. ആ കാറ്റിനോട് ചേർന്ന് മഴ ഇങ്ങനെ സ്പ്രേ ചെയ്യുകയാണ്, നമ്മളങ്ങനെ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അധികം തണുപ്പുമില്ല, ചെറിയൊരു മൈൽഡ് തണുപ്പ് മാത്രമേ ഉള്ളൂ. നല്ലൊരു ഹെവി തണുപ്പെന്ന് പറയാനില്ല, കോടയായതുകൊണ്ട് തന്നെ. ഇവിടുന്ന് ഏകദേശം നല്ല കയറ്റമുണ്ട്. എന്തായാലും ഇത് മുഴുവൻ കയറാൻ പറ്റുമെന്ന് തോന്നില്ല. കാരണം കോട ഇറങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് വഴി മനസ്സിലായില്ല, പിന്നെ തിരിച്ചിറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പാറയൊക്കെ നല്ല സ്ലിപ്പറിയാണ്, വഴുതി വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം മാത്രം കയറിയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇനി ദൂരോട്ട് മുകളിലോട്ട് കയറിയാലും നമുക്ക് കാര്യമായിട്ടൊന്നും കാണാനില്ല. ഇതുപോലുള്ള ആ ഒരു പച്ചപ്പും പിന്നെ പുറമേയുള്ള ആ ഒരു കോടമഞ്ഞും ഒക്കെ കാണാനുള്ളൂ. എല്ലാവരും നല്ല മഴയൊക്കെ ആസ്വദിച്ച് തിരിച്ചിറങ്ങുകയാണ്. കുറേ ആൾക്കാർ മുകളിലോട്ട് കയറുന്നുണ്ട്. മുകളിലോട്ടൊന്നും നമുക്ക് ശരിക്കും കാണുന്നില്ല, ഇതിൻ്റെ ആ ഒരു ടോപ്പിയൊന്നും കാണുന്നില്ല. എല്ലാം കോട മൂടിയിട്ടാണുള്ളത്. വാവ്, വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ശരിക്കും നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്നൊരു കാഴ്ച തന്നെയാണ് പാലക്കയംതട്ട്. നമുക്ക് മൂന്നാറും വാഗമണ്ണൊക്കെ പോയാൽ കിട്ടുന്ന അതേ ഒരു പ്രതീതിയാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഈ ഒരു ചെറിയ സ്ഥലത്ത്. ഇവിടെ ഒരു ഫ്രെയിമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പാലക്കയംതട്ട് എന്നൊക്കെയുള്ള. പക്ഷേ അതൊന്നും ഇപ്പോൾ കാണുന്ന തന്നെ ഇല്ല. പരസ്പരം അടുത്തുള്ള ആൾക്കാരെ പോലും കാണാത്ത വിധത്തിൽ കോട വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി അധിക നേരം ഇവിടെ നിൽക്കുന്നത് ഉചിതമല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് തിരിച്ചിറങ്ങാനുള്ള പരിപാടികളൊക്കെ തുടങ്ങട്ടെ. പിന്നെ നല്ല കാറ്റുമാണ്. അപ്പോൾ ഇനി മഴയൊക്കെ ആസ്വദിക്കാനും ഈ കാറ്റൊക്കെ കൊണ്ട് ആസ്വദിക്കാനൊക്കെ തയ്യാറായിട്ട് ഇങ്ങോട്ട് വരുന്നവർക്ക് വരാം. വലിയ ടിക്കറ്റ് ചാർജും ഒന്നുമില്ല. അത്യാവശ്യം നമുക്ക് വണ്ടി എടുത്തിട്ട് നമ്മുടെ എല്ലാ വണ്ടി എടുത്തിട്ട് മുകളിൽ വരെ എത്താവുന്നതാണ്. അപ്പോൾ വെക്കേഷൻ ടൈമിലോ വീക്കെൻഡ് ടൈമിലോ ഒക്കെ ഒന്ന് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ വന്നോളൂ നമ്മുടെ പാലക്കയംതട്ടിലേക്ക്. അപ്പോൾ നമ്മളെന്തായാലും പാലക്കയംതട്ട് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ മഴയൊക്കെ മാറിയിട്ട് കുറച്ചുകൂടി നല്ല ക്ലൈമറ്റ് വരുമ്പോൾ പാലക്കയംതട്ടിൻ്റെ ഫുൾ വ്യൂസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു തവണ കൂടി വരാമെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.